അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ടിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ സ്കൂൾ തുറക്കണേക്കാൾ മുന്നേ സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു വിഷമവും സ്കൂൾ തുറക്കണതിന് സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും സ്കൂൾ തുറക്കാൻ പോവല്ലേ എന്നുള്ള ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് പോളട്ടൻ ഞങ്ങളൊരു ഔട്ടിങ്ങിന് കൊണ്ടുപോയതാണ്. നമ്മൾ തൃശ്ശൂർ തോമസൻ കാസയിലേക്കാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു സിനിമയ്ക്ക് കണ്ടു. അവിടെയല്ല, നമ്മളത് കഴിഞ്ഞിട്ടൊരു സിനിമയ്ക്കൊക്കെ പോയി. അപ്പോൾ തോമസൻ കാസയിൽ ഇതുവരെ നമ്മൾ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പോയിട്ടുണ്ട്. പക്ഷെ അവിടെ തിരക്ക് കാരണം നമ്മൾ തിരിച്ചു പോരാറാണ് പതിവ്. ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ചെന്ന് പറഞ്ഞോണം. കയ്യിൽ സമയം പിടിച്ച് തന്നെ പോയി. എന്നിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ മാത്രമല്ല, കുറച്ചധികം പേരുണ്ടായിരുന്നു അവിടെ. നമ്മുടെ ഫാമിലി ഒരു 12 പേരോളം ഉണ്ടായിരുന്നു. ഫാമിലി മാത്രമല്ല, ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണ ഒരു രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. വെയിറ്റ് ചെയ്തിട്ടുള്ള ശീലമില്ലാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എന്നാലും അവിടുത്തെ ഫുഡ് എന്തായാലും കഴിച്ച് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ ഒന്നും നിന്നില്ല. പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഈ ഒരു വീഡിയോ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുന്നാണ് നമ്മൾ പോയത്. അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അവിടെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തമ്മ ഫുള്ളും ഈ നിറയെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സമയം വേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, സെക്കൻഡിനാണ് സിനിമയ്ക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഈ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ പോകണം, അതുകൊണ്ടുള്ള ഒരു ടെൻഷനാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഫുഡ് കിട്ടിയ വശത്ത് തന്നെ എല്ലാവരും നല്ല രീതിയിൽ സ്പീഡിൽ കഴിച്ച് സിനിമയ്ക്ക് പോകാനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തോമസൻ കാസയിലത്തെ ഫുഡും അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളും. പിന്നെ ഞങ്ങളുടെ കൂടെ മമ്മി ഉണ്ടായിരുന്നു. എൻ്റെ മമ്മിയാണ്. അപ്പോൾ മമ്മി ഉണ്ടായിരുന്ന കാരണം കൊണ്ട് മമ്മിക്കും ആ തോമസൻ കാസയിൽ പോകാനൊക്കെ പറ്റി. പിന്നെ നമ്മളിങ്ങനെ സമയം പിടിച്ച് പോയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചെന്ന വശത്ത് തന്നെ ഫുഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ തിരക്ക് കണ്ട തിരിച്ചു പോരാറാണ് പതിവ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. എല്ലാവരും വളരെയധികം ഇരുന്ന് നിരാശരായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. അത് കഴിഞ്ഞു. അത് കാരണം കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഫുഡുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ടുപോകാമെന്ന് പോളട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയൊരു വീഡിയോ ആണ്. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. നല്ല നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റാണ് എല്ലാ സംഭവവും. ചിക്കനൊക്കെ, അൽഫാമൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും നൂഡിൽസും അൽഫാം, അതുപോലെ തന്നെ നാൻ, അങ്ങനെ കുറേ ഐറ്റംസ്, തവ ഫിഷ്, അങ്ങനെ അവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസിൽ നിന്നും നമ്മൾ ഓരോ 1, 2 വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അതും ഒരു രസം തന്നെയായിരുന്നു. എല്ലാ ഫുഡും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി, എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ. ഇവരെല്ലാവരുമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ. പോളാട്ടൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സും ഫാമിലിയുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോയി, സിനിമ കണ്ടു, അങ്ങനെ മടങ്ങാണ് ഉണ്ടായിരുന്നത് കേട്ടോ. സിനിമയുടെ പേര് പറയാൻ മറന്നുപോയി. ഈ സിനിമ പടക്കളം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ കണ്ടത്. സെക്കൻഡായിരുന്നു. നല്ല പടം തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. തമാശയുള്ളൊരു പടമായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമ കണ്ട് മടങ്ങാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.